ഇങ്ങനെയുള്ള ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇത് വായിക്കുന്നത് മഹാനായ ഹാഫിദുൽ ഹൈസമി തങ്ങളുടെ മജ്മൂ സവായിദിൽ നിന്നാണ്. വിവിധ രൂപങ്ങളിലും വിവിധ ശൈലികളിലും പല മഹാന്മാരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആശയം ആദ്യം പറയാം. അഥവാ നമുക്കൊരു മുസീബത്ത്, ഒരു വിഷമം, ഒരു വിപത്ത് സംഭവിച്ചത് ആ സമയത്ത് തന്നെ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനൊക്കെ പറഞ്ഞ് നമ്മളതിൻ്റെ കൂലി വാങ്ങും. അപ്പോൾ മാത്രമല്ല, പിന്നീട് ഒരിക്കൽ നമ്മൾ ആ വിഷയത്തെ ഓർത്തുകൊണ്ട് വീണ്ടും നമ്മൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുമ്പോൾ നമുക്കതിന് പ്രതിഫലം ലഭ്യമാകുമോ? കൃത്യമായി ലഭ്യമാകുമെന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് കേൾക്കാം. മഹാനായ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാമിൻ മുസ്ലിമിൻ വലാ മുസ്ലിമത്തി യുസാബു മുസീബത്തിൻ. ഒരു മുസ്ലിമായ ആണും പെണ്ണും ഒരു മുസീബത്ത് സംഭവിക്കുകയില്ല, ഫയദ്കുറുഹ വൈൻ ഖദുമ അഹ്ദുഹ. പിന്നീട് കാലം കുറച്ച് പഴക്കമാണെങ്കിൽ പോലും അവർ ആ മുസീബത്തിൻ്റെ ഒരു സമയത്ത് അത് ഓർത്തെടുത്തു. ഫയുഹ്ദിസ് ലഹ ഇസ്തിർജാൻ. അങ്ങനെ അവർ വീണ്ടും ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ആ സംഭവം ഓർത്തപ്പോൾ അവർ പറഞ്ഞു. അതിങ്ങനെ ചികഞ്ഞ് ആലോചിച്ചെടുക്കുക എന്നുള്ളതല്ല, അവർ എങ്ങനെയെങ്കിലും ഓർമ്മ വന്നു. ആ മുസീബത്തിനെ കുറിച്ച് ഓർത്തപ്പോൾ അവർ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ അഹദസുല്ലാഹു ലഹു ഇൻദ ദാലിക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വഅതാഹു സവാബു യൗമ ഉസീബ ബിഹ, അത് മുസീബത്ത് സംഭവിച്ച പിണഞ്ഞ സമയത്ത് കിട്ടുന്നത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു തആല അവർക്ക് നൽകുമെന്ന ഹദീസ്. അല്ലാഹു സഹായിക്കുമാറാട്ടെ.